എടാ, നിനക്ക് ഓർമ്മയുണ്ടോ? എന്റെ കൂടെ പിറന്ന 5 പെൺപിള്ളരെയും ഓരോരുത്തന്റെ കൂടെ പറഞ്ഞയക്കുന്നത് വരെ ഞാൻ എന്റെ കല്യാണത്തെ പറ്റി ചിന്തിക്കുക പോലുമില്ലെന്ന് നീ എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തില്ലേ? എടാ, ഇന്ന് കാണാൻ കൊള്ളാവുന്ന ഒരു കൊച്ചു പെണ്ണിനെ കണ്ടപ്പോൾ അവളുടെ പിറകെ ചുറ്റുവാൻ തുടങ്ങിയല്ലോ നീ. ഇക്കണക്കിന് അന്ന് നീ ചെയ്തു തന്ന സത്യമെല്ലാം വിശ്വസിച്ച് എനിക്ക് കിട്ടിയ ആ പുണ്യമാനക്കൂടെ ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ എന്റെ ഗതി എന്തായിരുന്നിരിക്കും? ആ ഊമപ്പെണ്ണിന്റെ ഓർമ്മ ഒന്നെങ്കിലും നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഇനി വേദനിച്ചിട്ട് എന്ത് പ്രയോജനം? അദ്ദേഹം നിന്നെ വീട്ടിൽ നിന്നും പുറത്തു പോകാൻ പറഞ്ഞില്ലേ? അദ്ദേഹം പറഞ്ഞതിന് വിരോധമായി എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. പോ പുറത്ത്. എടാ, നിനക്ക് വാശിയും വൈരാഗ്യവും ഉണ്ടെങ്കിൽ, നീ തന്തയ്ക്ക് പിറന്നവരാണെങ്കിൽ ഓരോരുത്തന്റെ മുമ്പ് ചെന്ന് ഇരന്നെങ്കിലും പഠിത്തം പൂർത്തിയാക്കിയ ഒരു ഡോക്ടറാകണം. അങ്ങനെ ഡോക്ടറായി ഈ വീട്ടിൽ വന്ന് ചോദിക്കണം, എനിക്ക് പെണ്ണ് തരാമോ എന്ന്. അന്ന് അദ്ദേഹത്തിന് മനസ്സ് തോന്നിയാൽ ഈ പെണ്ണും അതുവരെ നിനക്ക് വേണ്ടി കാത്തിരുന്നാൽ ബാക്കിയുള്ളത് ഞാൻ പിന്നെ പറയാം. നീ എന്തിനാണ് കരയുന്നത്? എന്തിനാണ് കരയുന്നത്? വിശക്കുന്നെങ്കിൽ ചോറ് വാങ്ങിച്ചു കഴിക്കണം. അതിനിങ്ങനെ കരഞ്ഞാലോ? ചോറില്ല. അവളെന്തിനാ ഇവിടെ കിടന്നുറങ്ങുന്നത്? അവൾ വെച്ച് കരഞ്ഞു കരഞ്ഞു ഉറങ്ങിയത്. ചോറ് തരാം. അമ്മേ, അമ്മേ, അമ്മ എവിടെ? വാ. അമ്മേ, എന്താ അമ്മ ഇത്? അടുപ്പിൽ പൂച്ച കയറി കിടക്കുന്നു. എന്ന് നീ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇന്ന് നീ കണ്ണുകൊണ്ട് കണ്ടില്ലേ? എന്ത് സംഭവിച്ചു അമ്മേ? അടുപ്പിൽ തീയരിച്ചിട്ട് 3-4 ദിവസമായി മോനെ. കാരണം? കാശില്ലാത്തവർ തന്നെ. തങ്കമ്മയുടെ ഭർത്താവ് പണം അയച്ചിട്ട് 3 മാസമായി. 3 മാസമോ? എന്തുകൊണ്ട് അമ്മ ഞങ്ങളെ അറിയിച്ചില്ല? എങ്ങനെ അറിയിക്കാനാ? നിങ്ങൾ ആരും ഇങ്ങോട്ട് വരില്ല, അമ്മ അങ്ങോട്ട് വരരുതെന്നു നീ വിലക്കിയിട്ടുണ്ട്. ആകെക്കൂടെ ഉണ്ടായിരുന്ന ഒരു പശുവിനെയും വിറ്റു. എന്തുകൊണ്ടാണടാ അയാള് പണം അയച്ചുകൊണ്ടിരുന്ന നിർത്തിക്കളഞ്ഞത്? എന്തുകൊണ്ടെങ്കിലും ആകട്ടെ, മുരുക്ക് പോലെ ഞാൻ വളർന്ന അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നില്ലേ? ഇപ്പൊ നിന്നെ കൊണ്ട് എന്ത് സാധിക്കും മോനെ? കൂലി വരെ ചെയ്യണം, ചുമടെടുക്കും, അല്ലെങ്കിൽ ഉന്തുവണ്ടി തള്ളും. ഒന്നിനും ഒത്തില്ലെങ്കിൽ എല്ലാത്തിനെയും കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ഞാനും ചാകും. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് അമ്മ നല്ലത്. ശരി, ഞാനിപ്പോ വരാം. ചേട്ടൻ ഇപ്പൊ വരാൻ കേട്ടാ. ഒരുത്തരെയും കാണുന്നു. ഒരു തലതെറിച്ചവനെയും കാണുന്നില്ലല്ലോ. ഇതൊന്ന് തള്ളിത്തരാൻ. എല്ലാം ചത്ത് തൊലഞ്ഞോ? ദൈവം പോലെ പിന്നിൽ വന്നു തള്ളിത്തരയാണല്ലോ. സാരമില്ല, ഒന്ന് ഒത്തു പിടിച്ചോ, നമുക്ക് വേഗം അങ്ങ് പോവാം. ഭയങ്കര ചൂടാ. അപ്പോ നല്ല മനുഷ്യരും ഈ നാട്ടിലുണ്ട്. വരട്ടെ വരട്ടെ. മതി 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 മതി. സന്തോഷം. ഞാൻ വരട്ടെ. പിന്നെ കാറ് തള്ളിയത് കൊണ്ടാണെന്ന് വിചാരിക്കണ്ട. ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോവാം. ചായ വേണ്ട, സൗകര്യമുണ്ടെങ്കിൽ എനിക്കൊരു ഉപകാരം ചെയ്തു തരാം. എന്തോന്ന്? ഈ പേന വെച്ചിട്ട് ഒരു 5 രൂപ തരാം. നിങ്ങളെ കണ്ടിട്ട് അത്ര വലിയ ദാരിദ്ര്യവാസിയാണെന്ന് തോന്നുന്നില്ലല്ലോ. അതൊക്കെ വലിയ കഥയാണ് സാർ. ഇതാ പേന. വളയം പിടിക്കുന്ന എനിക്ക് എന്തിനാ പേന? 5 രൂപ ഞാൻ തരാം. അത് വേണ്ട, പേന വെച്ചിട്ട് മതി. അയ്യോ വേണ്ട വേണ്ട. നിങ്ങൾ വല്ലവന്റെയും പോക്കറ്റ് അടിച്ചാണെങ്കിലേ
ഞാൻ വെറുതെ പോലീസുകാരൻ്റെ ഇടിമേടിക്കേണ്ടി വരും. എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങളെ കണ്ടിട്ട് എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട്. അതിരിക്കട്ടെ, എന്താ നിങ്ങളുടെ വലിയ കഥ? അതിപ്പോ പറഞ്ഞാൽ തീരില്ല സാർ. പിന്നെ വന്ന് പറയാമത്. ശരി, പേന കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇതാ പണം. പിന്നെ ഒരു കാര്യം, ഒന്നുകിൽ നാളെ വന്ന് കഥ പറയണം, അല്ലെങ്കിൽ എന്റെ പണം തിരിച്ചു തരണം. മനസ്സിലായോ? ഇതോ ആ കാണുന്ന ടെലിഫോൺ ബൂത്തില്ലേ, അതിന്റെ തൊട്ടടുത്താ എന്റെ ഷെഡ്. അവിടെ വന്നാ മതി. ഞാൻ വരട്ടെ. ആ, വളരെ പോയ. ചേടാ, എല്ലാവരുടെ കയ്യിലുണ്ട് ഓരോ വലിയ കഥ. അമ്മണി, രാജ, എല്ലാരും വരും, എല്ലാരും വരും. കഴിച്ചാട്ടെ. അയ്യോ, ഈ കാശ് കൊടുത്ത് അരി വാങ്ങിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ. ഇനി അരി വാങ്ങിച്ച് അവർക്ക് വെച്ചു കൊടുക്കുമ്പോഴേക്കും അവരങ്ങ് ചാവും. ഇതാ അമ്മ ഒരു ദോശ കഴിച്ചാട്ടെ. എനിക്ക് വേണ്ട അമ്മനെ, കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ മതി. ഒരു ദോശ കഴിക്കുന്നു. എങ്കിലും അയാൾ നമ്മളോട് ഇത് ചെയ്തല്ലോ മോനെ. അതൊക്കെ അങ്ങ് മറക്കണം അമ്മേ. അതെ അതെ, അന്യന്റെ കൈ പിടിച്ച് തലയ്ക്ക് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും കുഞ്ഞെ. മക്കളെ, നീ ഇതൊന്നും ചെന്ന് തങ്കമ്മയോട് പറയരുത് കേട്ടോ. അവളിതറിഞ്ഞാൽ സഹിക്കില്ല മോനെ. അവളെങ്കിലും സമാധാനമായിട്ട് കഴിയട്ടെ. വന്നോ? വാക്കിന് വ്യവസ്ഥയുണ്ട്. അപ്പോഴേ പിന്നെ എന്താണ് നിങ്ങളുടെ കഥ? അതൊന്ന് കേൾക്കട്ടെ. പറയാം. ആ, ഞാനൊരു ഫോൺ ചെയ്തിട്ട് വരട്ടെ. ശരി, നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം. എനിക്ക് ചായ വേണ്ട, ഞാനിപ്പോ വരാം. ശരി. ഏയ്, ഒരു ചായ എങ്ങനെ?